കാണുമ്പോൾ വെളുത്തിരിക്കും, പക്ഷെ നല്ല മധുരം ഉണ്ടാവും. കാണിച്ചു തരാം. പിന്നെ ആ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അവിടെയുള്ള അത് കടത്തോടാ, അതെ ഇങ്ങനെ ഇട്ട് കൊടുക്ക. അപ്പളേ ഈ ചക്കാട്ട ഇത് നമ്മുടെ വീട്ടിലത്തെ ചക്കയല്ല, ഇത് വീട്ടിൽ നിന്ന്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ വയോട്ടാ. അപ്പളേ ഈ ചക്കാട്ട ഇത് നമ്മുടെ വീട്ടിലത്തെ ചക്കയല്ല, ഇത് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട ചക്കയാണ്. വീട്ടിലത്തെ ചക്കയാണ്, നല്ല ഉരുണ്ട ചക്കയാണ്, നല്ല ടേസ്റ്റാട്ടാ. അപ്പോൾ ഞാനിത് വെട്ടാൻ പോവാ. കാരണം നമ്മുടെ പണിസ്ഥലത്ത് ചേച്ചിയിൽ വിജയിച്ചിക്ക് ഒരു കഷ്ണം കൊടുക്കണം. അധികം വലുതൊന്നും വേണ്ട, ചെറിയൊരു കഷ്ണം മതി ഇത് വേണ്ട. ചേച്ചി മോന് മാത്രമല്ലേ. അപ്പോൾ ഒന്ന് ചേച്ചി ജോലി കഴിഞ്ഞ് പോകാറാകുമ്പോഴേക്കും വേഗം വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഇതൊന്നും കാണിക്കില്ല ഷേട്ടാ. അപ്പളേ ഇത് വെള്ളാരി ചക്ക എന്ന് പറയും. ചക്ക പഴുത്താലും ഇതേ കളറായിരിക്കും, കണ്ട. അപ്പം ചേച്ചിക്ക് പകുതി വേണ്ട, പകുതിയുടെ പകുതി മരുന്ന് വേണ്ട. ചേച്ചിക്ക് ഇത് ഇപ്പൊ തന്നെ കൊടുക്കട്ടെ ഏട്ടാ. ചേച്ചിയെ ഇത് ചേച്ചിയെ വെള്ളാരം ചക്കയാ, കണ്ടോ. ഞാൻ കൈ തിന്ന് നോക്കിയിട്ടില്ല ഏട്ടാ. ഞാൻ വെട്ടി അപ്പൊ തന്നെ ചേച്ചിക്ക് ആദ്യം കൊണ്ടുവന്നേ. എങ്ങനെയുണ്ടെന്നും കൂടി നോക്കിയിട്ടില്ല. നല്ല മണം വരുന്നുണ്ട്. എന്താ ഫേളിക്ക് അമ്പ്രൂസ് കൊണ്ടുവെക്കാൻ പോണ്ട ചേച്ചീനെ? ആദ്യം വന്നിരുന്നു ചേച്ചി ഇവര്. ഇപ്പൊ ഇത്തിരി പ്രായമായപ്പോ അവര് നിർത്തിയത് കൊണ്ടാക്കല്. ഇനി കുറച്ച് ചക്ക നമുക്ക് വെട്ടിപ്പറിക്കാം. ഇനിയേ ഷായേട്ടൻ പറമ്പില്ല, അപ്പൊ കുറച്ച് ചുള പറിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം നമുക്ക്. നല്ല കനം കുറഞ്ഞ ചുള. ഇതേപോലെ മഴ പെയ്തിട്ട് പോലും ഈ ചക്ക എന്തൊരു കനം കുറവാ നോക്കിയണ്ടോ. ചക്കയ്ക്കും പറിച്ചിട്ട് ഞാൻ ഈ പറമ്പിലേക്ക് പോന്നു കേട്ടോ. ഷായേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതാ കുറച്ച് കൂർക്കത്തലേക്ക് നടാനുണ്ട്. അപ്പോൾ ഷായേട്ടനാണെങ്കിൽ കൂർക്കത്തല നടാനുള്ള തടമൊക്കെ ശരിയാക്കുന്നുണ്ട്. ആദ്യം ഷായേട്ടൻ്റെ അടുത്തേക്ക് പോകാം നമുക്ക്. ഷായേട്ടാ, നോക്കിയേ നമ്മുടെ പയറിനൊക്കെ ഷായിട്ട് മണ്ണിട്ടോണ്ട് വേണ്ട. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെണ്ണീറിട്ടുണ്ടായിരുന്നില്ലേ, ഇതേ ഷായിട്ട് മണ്ണിട്ടു. ഇതാണ് എനിക്ക് ഷായിട്ട് ശരിയാക്കണ കൂർക്ക തടം. ഷായിട്ട് ചക്കത് നോക്കിയല്ലോ, കൈ മഴുക്കുന്നില്ലല്ലോ ഷായിട്ടാ? ഇല്ല, സൂപ്പർ കയ്യാ. കൈക്കോട്ട് മാത്രം ഷായിട്ടം പിടിക്കുമല്ലോ. വെള്ളാരം ചക്കയാട്ട ഷായിട്ടാ. കാണുമ്പോൾ വെളുത്തിരിക്കും, പക്ഷെ നല്ല മധുരം ഉണ്ടാവും. അമ്പുറു നോക്കിയ അമ്പുറുവും പേളിക്കുട്ടിയും അവര് സ്ഥിരം ചെയ്യണ കാര്യങ്ങൾ ഇതാ പോയി അന്വേഷിക്കുന്നു. ഞാൻ കഴിച്ചിട്ടില്ല, അത് പറയണതായിരിക്കും ശരി. അമ്പ്രൂസിന്റെ ചക്ക വേണ? അമ്പുറുവിന് ചക്കയൊന്നും വേണ്ടല്ലോ. അമ്പുറു ചിക്കൻ കാലും ചിക്കനും അതേപോലെ മീനും നോൺ വെജിന്റെ ആളാണ് അമ്പ്രൂസ്. അതൊക്കെ കഴിക്കുള്ളൂ. എന്തൊരു ഉണ്ടപ്പനായിരുന്നു അറിയാം അമ്പ്രൂസ്.
ഇപ്പൊ അവന്റെ ആ പ്രായത്തിനനുസരിച്ച് ഇത്തിരി ക്ഷീണിച്ച് വരണത്. എന്നാലും ഭക്ഷണമൊക്കെ അത്യാവശ്യത്തിന് നന്നായി കഴിക്കണ്ടല്ലേ. ഇങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ല. ഉടഞ്ഞിട്ടില്ല, അത് ഇവിടെ ഒരു ഭാഗമുള്ളൂ. അതിന് അന്ന് അവന് വയ്യാണ്ടായില്ലേ, കാലിന് പറ്റിയോടുകൂടി അതൊന്നും ഇതായിട്ട്. എന്നാലും ഇപ്പൊ ഇത്തിരി ഭേദം വെച്ച് വന്നു തുടങ്ങി. അപ്പൊ ഷായിട്ടെ വെള്ളം വേണം. ഇതൊക്കെ ശരിയാക്കാളാട്ടാ. എനിക്കുള്ള പണികളാണ് ഈ പന്തലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കടന്നു വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കോവയ്ക്കയുടെ പന്തല് മുറിച്ചിട്ടില്ലേ, അതൊക്കെ ഇനി വന്ന് ഇന്ന് അതൊക്കെ വൃത്തിയാക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട് എനിക്ക്. കുറച്ചൊന്നല്ല, കൂടുതൽ തന്നെയുണ്ട്. ചാണകണ്ടല്ലോ ചേനിക്ക്. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മുടെ കൂർക്കത്തെല്ലാം നടാൻ വേണ്ടി ഇരിക്കുള്ളൂ കേട്ടാ. ഞാനിവിടെ ക്ലീൻ ആക്കാം ഈ ഭാഗം അല്ലേ. ഞാൻ എൻ്റെ പണിക്ക് പോട്ടെ ഷൈട്ടാ. ഇത് അവസാനിപ്പിച്ചിട്ട് മതി. ചക്ക ഞാൻ മുടി അടച്ചേക്കാം. തീർന്ന ഷൈട്ട, അല്ലെങ്കിൽ ഇത് ഇരിക്കണ്ട. ഞാൻ പോവാ. ചാമ്പക്കായി ഉണ്ടല്ലേ, ചാമ്പക്കായി ഇപ്പൊ പെട്ടെന്ന് ചോക്കല്ലേ ഷൈട്ടാ. മഴ വന്നാൽ കൊഴിയും ചെയ്യും. ഇന്നലെ നമ്മുടെ അവിടെ പണിസ്ഥലത്തെ കുട്ടികൾ വന്നിട്ട് ചാമ്പക്കായി പൊട്ടിച്ചതിനുണ്ടായിരുന്നു. അവർ വന്നിട്ട് ഇന്നലെ. അമ്പ്രു വാ, വായോ നടക്ക്, വാ പോവാ നമുക്ക്, വാ. അത് നീ ഷായറ്റിൻ്റെ കൂടെ നിൽക്കണണ്ടാ. ഞാൻ വീട്ടിലേക്ക് എല്ലായിട്ടും പോണേ. ഞാൻ വീട്ടിലേക്ക് അഞ്ചിട്ട് വാള്. എന്നാ ശരി പോവാന്ന് വിചാരിക്കണേ. വീട്ടിലേക്ക് എല്ലായിട്ടും അമ്പ്രോ. ഞാൻ ഷായിട്ട് ഇവിടെ ചെത്തല്ലേ. അപ്പൊ ഞാൻ ആദ്യം ഈ പന്തൽ വൃത്തിയാക്കാന്ന് വെച്ചു, എന്നിട്ട് പോവാൻ കിട്. ഈ പന്തൽ ഉണ്ടെന്നിട്ടെന്നറിയോ, ഇപ്പുറത്തുനിന്ന് വന്നിട്ടുള്ള കുറേ എന്നിട്ട് പറയാ, എന്നിട്ടോ കുറെ വള്ളികള് അത് ഇങ്ങോട്ട് കയറിയിട്ട് നമ്മുടെ ഈ പന്തലിമിക്ക് അയ്യോക്കുക. അങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണം ഇത് ശരിയാക്കുക. അതിന് നമുക്ക് ആരെങ്കിലും അന്വേഷിക്കണം അല്ലേ ഷായിട്ടാ. പറ്റില്ല. എന്തായാലും അങ്ങോട്ട് ഇറങ്ങി നിന്ന് വല്ല അണ്ണന്മാരെയൊക്കെ കിട്ടുമോ നോക്കാം അല്ലേ. അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം കാടാ. അപ്പൊ അങ്ങനെ ആരെങ്കിലും കിട്ടുമ്പോ നമ്മൾ തന്നെ, നമ്മുടെ സ്ഥലമൊന്നുമല്ല അത്, പക്ഷെ ഒരാളെ നിർത്തിയിട്ട് അവിടുത്തെ ഈ നമ്മുടെ മതിലിന്റെ അടുത്തേക്കുള്ളതെല്ലാം അതും വെട്ടി കളയിപ്പിക്കണം. അല്ലെങ്കിൽ ഇതേപോലെ പടർന്ന് ഇങ്ങോട്ട് വരും. ഇപ്പൊ കണ്ടോ ജന്തുക്കളൊക്കെ ഇത് കൂടെ കയറി ഇങ്ങോട്ട് കിടക്കും. ഞാൻ ലക്ഷമായിട്ടാ ഒരു അരിവാളി പോലത്തെ ഒരു സാധനം ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ട്. നമുക്ക് അത് അവര് പറയുന്നത് അവര് പറയുന്നത് ഇത്തിരി നീളുള്ളതൊക്കെ ഇങ്ങനെ വെട്ടാന്നാ പറയണേ. നമുക്ക് നോക്കി നോക്കാട്ടോ. അത് ഒരു സാധനം ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ട്. ഞാൻ അത് കൊണ്ടുവന്നിട്ട് നോക്കി നോക്കണം. അല്ലെങ്കിൽ എന്തായാലും പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് ചെയ്യേണ്ടി വരും ഇത്. നമ്മുടെ കയ്പക്കായ, അതേപോലെ പടവലം, ഇതൊക്കെ പടർന്ന പന്തലാ. ഈ പന്തല് നല്ല രാശിയുള്ള പന്തലാട്ടാ. കാരണം പടവലം പടർത്തിയപ്പോൾ നന്നായിട്ടുണ്ടായില്ലേ ഷായിട്ടാ. പടവലം കയ്പക്കായും പിന്നീട് കയ്പക്കായ കയറ്റി, അതും നന്നായിട്ടുണ്ടായി. നല്ല രാശിയുള്ളൊരു പന്തല്. അപ്പൊ ഈ പന്തല് നമ്മൾ ഇവിടുന്ന് കളയണില്ല. പക്ഷെ ഈ പന്തലിന് നമുക്ക് ഇനി ഉയർത്തി കെട്ടണല്ലേ ഷായിട്ടാ. ഉയർത്തി കെട്ടണം. അയ്യോ എന്തൊരു കാടക്കായിട്ടാ. ഇങ്ങോട്ട് നോക്കി നോക്കിയേച്ചാണ്ട് അതേപോലെ കാട്. ഇവിടേക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ചാല് വെള്ളം ഒരു അറിയാത്ത ഒരാളെ നിർത്തിയിട്ടൊന്നും ചെയ്യാനും പറ്റില്ല തോന്നുന്നുണ്ടല്ലേ. കാരണം അതേപോലെ ഈ 2-3 ഈ കാട്ടപ്പ ഇത് കളഞ്ഞാ ശരിയാവും അല്ലേ. എന്തായാലും തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് ആരും വരാണ്ട് നോക്കാം. നോക്കിയ ഷൈട്ടാ എത്ര പെട്ടെന്നാ നോക്കിയേ എന്റെ ഈ പന്തല് പണി കഴിഞ്ഞേ. തല പോയോട് കൂടിയില്ലേ ഷൈറ്റിന് ഇവിടെ ചെത്താനും സുഖായില്ലേ. വേഗം ചെത്താല പുല്ല്.
അമ്പ്രൂസിട്ടാ ഇനി നമ്മുടെ അങ്ങോട്ട് പോവാടാ. അപ്പം എൻ്റെ ഈ പന്തലിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മുടെ അവിടുത്തെ പന്തലും കൂടി വൃത്തിയാക്കാം. പോവാട്ടാ പോവാട്ടാ വാ. പേളിക്കുട്ടിയുടെ ഇരിപ്പ് നോക്ക്. മണ്ണൊക്കെ നന്നായി കൊത്തിയിളക്കിയ സ്ഥലം എവിടെയാണ്? അവിടെയാണ് അവൾ ഇരിക്കുക അല്ലേ? എല്ലാ കാട്ടിലും പോയി അന്വേഷിച്ച് കഴിഞ്ഞു. പിന്നെ റെസ്റ്റ് ചേട്ടാ. ഞാൻ ആ പന്തലേൻ്റെ അത് കഴിഞ്ഞുട്ടാ. എൻ്റെ കണ്ടത് ഇവിടെ കഴിയാറായി. ഒരു ചുണ്ടങ്ങേര കടയുണ്ട്, നോക്കിയേ. നോക്കിയേ അത് വെട്ടി കളഞ്ഞാലോ? അയ്യോ വേണ്ട, കളയണാ. എന്നിട്ട് ചേട്ടന് എന്നിട്ട് തന്നെ കളയണമെങ്കിൽ കളയാൻ കുഴപ്പമില്ല. അല്ല ഇത് പിന്നെയാക്കാം. നല്ല രസമായിരുന്നു കൊണ്ടാട്ടൊക്കെ. ഇനിയൊന്നും ഇപ്പോഴും പറ്റില്ലല്ലോ, ഇനി ഉണക്കാണെന്നുള്ള വെയിൽ കിട്ടില്ലല്ലോ. ഇപ്പൊ തന്നെ നമ്മള് കൂർക്കതല നടന്നത് പോലും സാധാരണ കൂർക്കതല വൈകിട്ടൊക്കെ നടാല ഷൈട്ടാ. നമ്മളത് നോക്കില്ലേ, കാരണം നല്ല മഴക്കാറും നല്ല തണലൊക്കെ ആയിട്ട് നിൽക്കണ കാരണം നമ്മളൊരു നോക്കിയിട്ട് ഗ്യാപ്പിൽ നട്ടു കൊടുക്കണതാ. അപ്പൊ ഞാൻ ഷൈട്ട് അങ്ങോട്ട് ഞാനേ പേളിക്കുട്ടി വീട്ടിലേക്കല്ല, ഇവിടെ വരുള്ളൂ. ഈ പന്തൽ വൃത്തിയാക്കാനാ വീട്ടിൽ പോണില്ല ഇപ്പൊ. നമ്മുടെ ഈ കോവയ്ക്കയുടെ പന്തല് ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ് കോവയ്ക്ക ഇങ്ങനെ കട്ട് ചെയ്ത് കാട്ടിയിരുന്നത്. നോക്കിയേ, അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ കണ്ടോ പൊടിച്ചു തുടങ്ങി. എന്തൊരു വേഗം പൊടിക്കണേ നോക്കിയേ, കണ്ടോ? ഇതൊക്കെ പൊടിച്ചു കേട്ടാ. അപ്പൊ ഇവര് പൊടിച്ച് കണ്ട നല്ലതായിട്ട് തിരി നീട്ടി. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ ഇവിടെ നിന്ന് വേഗം മാറ്റണം. അയ്യോ ഒടിഞ്ഞു ആ തിരി. സാരില്ല, പതുക്കന്ന് വെട്ടിയാളെ. അവിടെ നിന്ന് വേറെ പൊടിച്ചോളൂ. എൻ്റെ ഇത് കൊണ്ടു വെളിച്ചപ്പം, അപ്പോൾ അത് ഒടിഞ്ഞു. എന്നാലും കുഴപ്പമില്ല, വേഗം പൊടിച്ചോളൂ. ഇതിപ്പോ നമ്മളെങ്ങനെ വെട്ടിയിട്ട് ഇട്ട കാരണം ഇത്ര സുഖമായിട്ട് വൃത്തിയാക്കാൻ പറ്റുന്ന ഉണങ്ങിയ കാരണം. ആ പച്ചല തന്നെ ആണെങ്കിൽ ഇതേപോലെ വേഗത്തിൽ വലിച്ച് വൃത്തിയാക്കാൻ പറ്റില്ല. ഇതാണ്ട് എന്തൊരു സുഖത്തില പോരണേ. ഇനിയിപ്പോ ഇവരതുമേക്ക് കയറി പിടിക്കുമ്പോഴേക്കും വേണം നമുക്ക് ഈ പന്തലിനൊന്ന് ഉയർത്തി കാട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കണം. ഷായിട്ട് എന്തോ പറയണ്ടായിരുന്നു, ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് ഉയരം നോക്കി. അപ്പം ഇത് കഴിഞ്ഞു. ഇനി നമ്മുടെ കൂർക്കത്തല്ല. ഈ കൂർക്കത്തല്ല എനിക്ക് ഇത്തിരി ചാണകം. എന്താ ബ്രോ? ബ്രോ ആ
ഒരു അര ബക്കറ്റ് വെച്ച് നമ്മൾ ചാണകം ഇടണ്ട കേട്ടോ ചേനയ്ക്ക്. ചേനയ്ക്ക് മാത്രമല്ല ഈ വാഴയ്ക്കും എല്ലാത്തിനും ഇടുന്നുണ്ട്, ഈ വലിയ അറ്റം വരെ. പേളിക്കുട്ടി നിന്നെ കൊതുക് കടിക്കണ്ട, ചൊറിഞ്ഞിരിക്കണ്ടല്ലോ അവള്. പേലിക്കുട്ടിയുടെ അടുത്ത് കിടന്നു അംബ്രൂസ്. എനിക്ക് കുറേ വട്ടം നടക്കണ്ട ഒരു അംബ്രൂസേ, ഒരു 8 പ്രാവശ്യമെങ്കിലും നടക്കണം. നിങ്ങൾ എൻ്റെ കൂടെ അതേപോലെ നടക്കുക. എനിക്ക് ചാണകം കൊണ്ടുവരണമെങ്കിൽ കുറേ വട്ടം നടക്കണം കേട്ടോ. ഇവരവിടെ കൊണ്ടുവരണവർ അങ്ങ് നടക്കും, അതിന് തിരിച്ചാൽ നിങ്ങൾ നടക്കുമ്പോൾ അവരൊപ്പം നടക്കും. ഇവർക്ക് ആ ഷായറിൻ്റെ അടുത്ത് പോയിരുന്നാൽ മതി കുറച്ച് നേരം. അപ്പോൾ ഇതാ നമ്മുടെ ചാണകൽ കഴിഞ്ഞു കേട്ടാ. വാഴയ്ക്കും അതേപോലെ തന്നെ ചേനയ്ക്കും ഒക്കെ ഇതാ അറ്റം വരെ ഇട്ട് കൊടുത്തു. ഇനി ഷായേട്ടൻ്റെ എന്തായി നോക്കട്ടെ കള. ടൈസൺ ചാണം തന്നെ എടുത്തിട്ടാ. ചാണം തന്നെ എടുത്ത് ഇങ്ങോട്ട് വാ. ചാണം തന്നെ നോക്കിയിരിക്കുമോ? വയ്യ വാടാ വാടാ. എൻ്റെ ചാണകം ഇട്ട് കഴിയുമ്പിക്കും നോക്കിയേ, ഈ ഭാഗമൊക്കെ നോക്കി ചേട്ടൻ കണ്ടോ പുല്ല് ചെത്തിയെടുത്തു. ഈ തെങ്ങ നമ്മൾ മുറിച്ചപ്പോളേ ഇതിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് അങ്ങോട്ട് നീക്കിടാൻ പറയായിരുന്നു അവരോട്. അത് കാരണം അത് ഇങ്ങനെ എടുക്കുക. പിന്നെ എൻ്റെ ഈ പന്തലിൻ്റെ ഭാഗം ഞാൻ ഇവിടെ പന്തൽ വൃത്തിയാക്കുന്ന സമയത്ത് ഇതിൻ്റെ അടി എങ്ങനെയായിരുന്നു, അതൊക്കെ ഇതാ വൃത്തിയാക്കി നോക്കിയേ ഉണ്ടോ. കളയ്ക്കാന്ന് പറഞ്ഞ ഷായേട്ടന് ഇത്ര ഈസി. ഇത്രയും ഭാഗം വൃത്തിയാക്കി ഇനി ഇതായി ഒരു കുറച്ചും കൂടി ഒരു ഭാഗം കൂടി ഉള്ളു കേട്ടാ. പിന്നെ ഒക്കെ ഇതാ വൃത്തിയാക്കൽ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് തെങ്ങിൻ്റെ കട മാന്തണല്ലേ നമുക്ക്. അപ്പൊ കൊറേ മണ്ണും കിട്ടിയേ. ചേട്ടാ എന്റെ ചാണകത്തില് കഴിഞ്ഞിട്ട് കേട്ടാ. കൂർക്കയ്ക്ക് വളടാല്ലേ? അതിടാം. അപ്പൊ അത് നിനക്ക് കൂർക്കത്തല നടുന്ന നേരം എനിക്ക് അതും കഴിക്കാം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ നമ്മുടെ പണികള്. നമ്മളേ കഴിഞ്ഞ ദിവസം നട്ടു കൊടുത്തില്ലേ നമ്മള് കൂർക്കത്തല, നമ്മൾ അവിടെ നിന്ന് ഉള്ളിയിട്ട് നട്ടത് നോക്കിയേ, അതൊക്കെ ഇതാ വേര് പിടിച്ചു വേണ്ട. ഇനി നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇവർക്ക് വളമിട്ട് കൊടുക്കും. വളമിട്ട് കൊടുക്കണ വളം എന്ന് പറയുന്നത് കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ നമ്മുടെ ആട്ടുംകാട്ടം, ഈ മൂന്നും കൂടി നന്നായി പൊടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് കട തൊടാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓണത്തിനൊക്കെ പറിക്കാറാവട്ടെ നമ്മുടെ ഈ കൂർക്കപ്പോൾ. അങ്ങനെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നട്ട് കൊടുത്തു നോക്കണേ നമ്മൾ. കണ്ടോ എത്രേശം ഇട്ട് കൊടുക്കണമല്ലോ കേട്ടോ, അത് മതി. ഇനി ഷായിട്ട് ഇതിൻ്റെ മുകളിൽ മണ്ണിടും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്ത് ഒരു തടം കൂടി ഉണ്ട് ഇട്ട് കൊടുക്കാനായിട്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി എടുക്കട്ടെ.
നമ്മുടെ ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതും നടല് അതിൻ്റെ വളർച്ചയ്ക്കുള്ളതൊക്കെ നമ്മൾ ഇതേപോലെ എന്താ പറയുക വേപ്പും പിണ്ണാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കൽ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പറക്കൽ പൊട്ടിക്കലൊക്കെ ആയി തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മളോട് പലപ്പോഴും ചോദിക്കാറുണ്ട് സ്മിത ഇവർക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാൻ. പക്ഷെ നമ്മളിതാ എല്ലാതും അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം എല്ലാം അത് കൃത്യമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത തടം. ഇനി ഇത് കൊണ്ടിട്ട് കൊടുക്കട്ടെ. ടൈസും കൂട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൂർക്കയ്ക്ക് എന്താ പറയുക ചെയ്യണ കാര്യം എന്ന് പറയുന്നത് ഇതാണ്. എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, നമ്മുടെ ആട്ടുംകാട്ട, ഈ 3 സാധനം കൂടി പൊടിച്ചതാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, മറക്കണ്ട. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഷായിട്ട് മണ്ണിടും. പയറിനൊക്കെ നമ്മൾ മണ്ണിടുമ്പോൾ കാണിക്കാറില്ല, അതേപോലെ മണ്ണിടും കേട്ടോ. അപ്പോൾ നോക്കിയേ കൂർക്കത്തല കേട്ടാ. അപ്പോൾ കൂർക്കത്തല കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതെവിടെയാണെങ്കിൽ നമ്മുടെ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലാണ് ഇപ്പോൾ കൂർക്കത്തല കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഒരു തല കാട്ടിത്തരാം. ദഹിക്കുമ്പോൾ ഒരു തലയ്ക്ക് ഇതേപോലെ ഒരു തലയ്ക്ക് 1 രൂപയാണ് കേട്ടോ വില. നല്ല തലകളാണ്. ഇപ്പോൾ ഒരു നല്ല നീളത്തിലാണ് നുള്ളി വെക്കണം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ 2 എണ്ണമായിട്ട് നുള്ളിയിട്ട് വെക്കാം ഈ രീതിയിൽ കേട്ടോ. അപ്പോൾ നല്ല നീളമുള്ള തലകളാണ്. അപ്പോൾ ഞാൻ കെട്ടയച്ച് കാട്ടിത്തരാം. അപ്പോൾ ഷായേട്ടനിത് നേരത്തെ പോയിട്ട് മേടിച്ച് കൊണ്ടുവന്നതാണ്. ഇത് കണ്ടോ നല്ല നീളമുണ്ട് തലകൾ. ഇതൊക്കെ നോക്കിയേ ഇതേപോലെ ഓരോ തലകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അവരിങ്ങനെ വലിച്ച് പൊട്ടിച്ച് തരില്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതേപോലെ ഇങ്ങനെ 2 എണ്ണമൊക്കെ ആക്കി നട്ടു കൊടുക്കുക. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കൂർക്കത്തല നടുമ്പോൾ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഒരു 5-6 എണ്ണം വെച്ചിട്ട് നടാട്ടാ. അപ്പോൾ നമ്മളിതൊക്കെ നട്ടു കൊടുക്കട്ടെ. ഇതേപോലെ കൂട്ടി പിടിച്ച് വെറുതെ ഇങ്ങനെ കൈ കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ നട്ടു കൊടുത്താൽ മതി. ഇതേപോലെ നട്ടു കൊടുത്ത് നമ്മുടെ കൂർക്കത്തലയാണ് നമ്മളിപ്പോൾ വേര് പിടിച്ചിട്ട് അവർക്ക് നമ്മളിപ്പോൾ ഈ കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തില്ലേ അത് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഞാനിവിടെ ഇരുന്നിട്ട് ആദ്യം ഇതിനൊക്കെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തിരിക്കട്ടെ. ഇപ്പോൾ എല്ലാതും നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് ഒരുമിച്ച് വേഗം നടാം. അപ്പോഴേക്ക് ഷായേട്ടൻ്റെ കഴിയുകയാണെങ്കിൽ ഷായേട്ടന് വരൂട്ടെ എൻ്റെ കൂടെ നടാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി വേഗം നട്ടു കൊടുക്കട്ടെ. നല്ല മഴ വരുന്നുണ്ട്. ഇരുട്ട് കൂടിയിട്ട് വരുന്ന പോലെ തോന്നുന്നു കാണുമ്പോൾ. അപ്പോഴേക്കും നമുക്കിത് നട്ട് ഇവിടുന്ന് പോകണം. അപ്പോൾ നമ്മുടെ 2 തടം കൂർക്കത്തട നടൽ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മളിതാ കയ്യൊക്കെ കഴുകിയിട്ട് വീട്ടിൽ പോവാം. കാരണം നല്ല മഴ വരുന്നുണ്ടേ. മഴ വരുമ്പോഴേക്കും നമുക്ക് വീട് എത്താം.
ദേ കണ്ടില്ലേ ഉള്ള നമ്മുടെ എന്താ പറയുക പട്ടയ്ക്കും കൊണ്ടുവന്ന് അതിനെ ഇതേ കാവിൽ നിൽക്കണേണ്ട ഇത് എൻ്റെയാണ് നിൻ്റെയാണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കടിച്ച് വലിച്ചിട്ടിരിക്കുകയാണ്. ഉണ്ടോ എനിക്ക് തന്നെ നല്ല പണികളുണ്ടാക്കി തരലായിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാണങ്ങളുടെ പണി. ഇതേ എല്ലാവരും ഉണ്ടോ ഇവിടെ ഉണ്ടോ കടിച്ച് വലിച്ചിടുക. എത്രമാത്രം പിച്ച് ചിന്തിടാൻ പറ്റുള്ളൂ അത്രമാത്രം. പോരാത്തനാണെങ്കിൽ ഇതാ ഇല കൊഴിഞ്ഞിട്ട് നോക്കിയേ എല്ലാ മാവിൻ്റെ അവിടെ ഇല കൊഴിഞ്ഞിട്ട് വേണം കിടക്കണേ. ഇതാ ഇത് കുട്ടിപ്പട്ടാളങ്ങളുടെ കിടന്നിട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ തട്ടിക്കുടഞ്ഞ് ഇതൊക്കെ ആക്കണം. അങ്ങനെ നല്ലൊരു നീണ്ട നിവർന്ന പണിയാണ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കേട്ടോ ഇവിടെയൊക്കെ നോക്കിയ മാവിൻ്റെ അടിയിൽ ചവറ് കുറഞ്ഞിട്ടേ ഇതേപോലെയാണ് കിടക്കുക. ഇങ്ങനെ കിടക്കണ്ടോ. നല്ലൊരു ക്ലീനിങ് ആണ് ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണേ. കണ്ടോ കവുങ്ങും പട്ടേന്ന് നോക്കിയാൽ പണിയെടുക്കണേ. പിച്ച് വലിച്ച് ആളാം ഇത് എൻ്റെ എന്നും പറഞ്ഞ വടംവലി പോലെയാണ് ഇവിടെ കണ്ടില്ലേ. ഓ നല്ല കുട്ടി കുഞ്ഞി കളികളായിട്ട് ഗൗരവം എന്ന് പറയണതില്ല കേട്ടോ ഇവർക്ക് ഇങ്ങനെ കളിക്കുമ്പോഴൊന്നും. നല്ല പണിയിലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. കുറച്ചുകൂടി നേരം കിടന്ന് മാന്തി കളിക്കട്ടെ എന്നിട്ടാവാം. ഇവരുടെ നേരം പോക്ക് ഇതൊക്കെ ഇന്നുള്ളേ. ഇതാ ഇപ്പം തന്നെ പാൽ കുടിക്കാൻ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കഴുകി വയ്ക്കണം. അങ്ങനെ എനിക്ക് കുട്ടിപ്പട്ടാളങ്ങളിൽ കുറച്ച് പണികളാണ് ഇനി ഇവിടെ നിന്ന് കിടക്കുന്നത് കേട്ടോ. മെസ്സി കൂടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതേ മറന്നോണ മോനോട് കിടക്കുന്നുണ്ട്. എല്ലാവരെയും ഒന്ന് മേടിക്കണ്ടേ. ഇനി ചാക്കൊക്കെ മാറ്റി തരാൻ പറയണം. അതെ അമ്മയുടെ കുട്ടികൾക്ക് നല്ല ഭംഗിയിൽ കുടഞ്ഞൊക്കെ ഇട്ട് തരാം കേട്ടോ. എനിക്ക് എല്ലാവരും കെടുപ്പായി. ഒരു കളി കഴിഞ്ഞവരുടെ എന്നിട്ടുള്ള കെടുപ്പണത്. എനിക്കമ്മ ചാക്കൊക്കെ പിടിച്ച് തരാം. അവിടെ അടിച്ചു വരട്ടെ. എന്താ കാട്ടി നോക്കണേ. ഇപ്പോൾ ദിവസത്തിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം നല്ല കേട്ടോ ഈ ഭാഗത്ത് അടിച്ചു വരാം. ചിലപ്പോൾ 2, 3, 4 വട്ടമൊക്കെ അടിച്ചു വരാറുണ്ട്. ഞാൻ അടിച്ചു വാരി ഇവിടെ ഇടും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇതേപോലെ വല്ല കവുങ്ങും പട്ട കിട്ടുന്ന ദിവസം പണി കൂടുക. നാളികേരം കിട്ടുന്ന ദിവസം പിന്നെ രാത്രി ആകുമ്പോഴേക്ക് പണിയാവുള്ളൂ. മോനെ എണിക്കിന്റെ പ്രായം കൂട്ടാ കാറ്റിന് മോനെ എണിക്ക. അപ്പൊ ചാക്കിട്ടരാടാ. മഴ പെയ്തു തുടങ്ങിയേ. മറന്നോണ മോനെ. നമ്മളുണ്ടല്ലോ മണ്ണുത്തി നഴ്സറിയിലേക്ക് പോകാൻ കേട്ടോ. അപ്പം നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ മേടിക്കണം കുറച്ച് നഴ്സറികൾ കാണിച്ചു തരാം. പിന്നെ ആ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ അവിടെയുള്ള നഴ്സറികളുടെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമ്മളിതാ മണ്ണുത്തി സെൻറ്റർ എത്താറായിട്ടാ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാവുങ്ങൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നഴ്സറി ഉണ്ട്. അവിടെ നമുക്ക് വിത്ത് കിട്ടും. അതേപോലെ തന്നെ തൈകളും കിട്ടും കേട്ടോ. അപ്പം ഞാനത് കാണിച്ചു തരാം കാവുങ്ങൽ ഏതാന്നുള്ളത്. ഇതാണ് കാവുങ്ങൽ. അപ്പം ഇവിടേക്ക് നമ്മൾ വരാറുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഷായിട്ട് ഇതേ അങ്ങോട്ട് പോകുന്നുണ്ട്. വേറെ ഒന്നല്ല, അവർക്ക് ഫോൺ നമ്പർ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ പോണത്. അത് എന്നിട്ട് ഞങ്ങൾ ആ നമ്പർ തരുന്നുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട് വിത്തുകളും തൈകളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നഴ്സറികൾ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പക്ഷേ ഇവിടെ നിന്നൊക്കെ തൈകൾ മാത്രമേ മേടിക്കാറുള്ളൂ. നമ്മൾ വിത്തുകളൊന്നും നമ്മളിവിടെ നിന്ന് കാണിക്കുന്ന ഒറ്റ നഴ്സറികളിൽ നമ്മൾ മേടിക്കാറില്ല കേട്ടോ. ഇപ്പം നമ്മളോട് പലരും ചോദിക്കുന്ന കാരണം മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് നഴ്സറികൾ കാണിക്കുന്നത് തന്നെ കേട്ടോ. ഇനി നമ്മൾ അതേപോലെ തന്നെ വേറെ പല നഴ്സറികളിൽ നിന്ന് മേടിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇതേ അങ്ങോട്ടായിട്ട് നമ്മൾ പോണത്. നമ്മളിപ്പോൾ ഇതാ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് മാർക്കറ്റിലേക്ക് തിരിയണ വഴിയാണ് കേട്ടോ തിരിയണത്. ഭയങ്കര തിരക്കുള്ള റോഡാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇട ദിവസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പറയണ്ട, അത്രയും തിരക്കായിരിക്കും. പിന്നെ
ഇതൊക്കെ നമ്മൾ ചെടി പഠിക്കുന്ന നഴ്സറിയാണ്. ഇതേ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ഇടുന്ന നഴ്സറികൾ തന്നെയാണ്. 2 സൈഡ് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് നഴ്സറികളുടെ ഒരു വഴിയാണ് ഇത് മുഴുവൻ. ഇത് കണ്ടതേ ഇവിടെ, അതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ വീടുകളുടെ ഫ്രണ്ടിലായിട്ടും ഒക്കെ ആയിട്ടും ഇങ്ങനെ ചെടികൾ ഇരിക്കണ്ടോ, ദേ കണ്ടോ, ഇവിടെ വേണ്ട. അപ്പൊ നമ്മള് ഈ ഒരു വഴിക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നഴ്സറികളുണ്ട്. ഇപ്പൊ ഞാൻ കാട്ടിത്തരാം, അതാ വീണ്ടും കണ്ടോ. അപ്പൊ ഞാനൊക്കെ എങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ചട്ടികള് അങ്ങനെ ഒരുവിധ എല്ലാ സ്ഥലങ്ങളും കിട്ടുന്ന ഒരു വഴിയാണിത്. അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിൽ കണ്ട നമ്മൾ പല നഴ്സറികളിലും കയറി ഇറങ്ങി മേടിക്കുക ചെയ്യാം. ഇതൊക്കെ ഇതേ കണ്ട നഴ്സറികള്, നമുക്ക് ഏത് നഴ്സറിയിൽ കയറിയാലാണ് സാധനങ്ങൾ കിട്ടുക. അങ്ങനെയാണ്, അങ്ങനെ കയറി ഇറങ്ങി നടക്കണ ഒരു വഴിയും കൂടിയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന നഴ്സറിയിൽ നിന്നും എടുത്ത് പറയാനൊന്നും പറ്റില്ല. ഇവിടെ വന്ന കാലത്ത് വന്ന വൈകുന്നേരം വരെ കയറി ഇറങ്ങുന്ന നഴ്സറികളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തൈകള്, അതായത് മെയിനായിട്ട് നമ്മൾ മേടിക്കുന്ന 1-2 നഴ്സറികൾ ഞാൻ പ്രത്യേകം കാട്ടിത്തരാം കേട്ടോ. അത് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ കാണുക. എത്ര ഷൈഡ് ആകുമ്പോൾ ഇപ്പൊ കാട്ടിത്തരാം. ഈ ഒരു സൈഡിലായിട്ട് ഇതാ ഹൗസ് മലബാർ, ഇതാണ് കേട്ടോ ആ നഴ്സറിയുടെ പേര്. ഞാൻ അവിടെ കൂടി കയറിയിട്ട് ഫോൺ നമ്പർ മേടിക്കട്ടെ. നിറയെ തൈകളുണ്ട്. ചെണ്ടുമല്ലി, വഴുതിനിങ്ങ, പപ്പായ, അങ്ങനെ എല്ലാ തരം തൈകളും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ ഇവിടെ നിന്നും മേടിക്കാറുണ്ട് കേട്ടാ. ഇനി നമ്മൾ പോണത് പടിഞ്ഞാറ് വെള്ളാനിക്കര കേട്ടാ. അവിടെ ഒരു നഴ്സറി ഉണ്ട്, ആ നഴ്സറി കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇപ്പം ഈ ഒരു വഴി തിരിഞ്ഞാലും നിറച്ച് നഴ്സറികളുണ്ട് കേട്ടാ. അപ്പം ഞാനിപ്പോൾ എന്തായാലും നമ്മൾ മേടിക്കണ ആ ഒരു പച്ചക്കറി തൈ കൂടി മാത്രമാണ് ഇനി കാണിക്കണുള്ളൂ കേട്ടാ. അപ്പം നമ്മൾ മേടിക്കണ നഴ്സറി കേട്ടാ. അപ്പം നമ്മൾ മര്യാദമൂല എന്ന് പറഞ്ഞ ആ വഴിയാണ് തിരിഞ്ഞത്. ആ വഴിയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ നഴ്സറി ഉള്ളത് കേട്ടാ. ഇവിടെ നിന്ന് നമ്മൾ ഫോൺ നമ്പറൊക്കെ വാങ്ങി തരുന്നുണ്ട് കേട്ടാ. ഇതാ എത്തി. ഒരു ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ആ ഒരു കൂടാരം പോലെ ഉള്ളത് ഫ്ലവർ പ്ലാന്റ്, ഫ്ലവർ പോട്ട് എന്നാണോ, ഞാൻ ഇതൊരു പേരും കൂടി നോക്കിയിട്ടില്ല. എന്നിട്ട് ചെറിയ പേര് ഫ്ലവർ പോയിന്റ് എന്നാണ് കേട്ടോ ഈ നഴ്സറിയുടെ പേര്. വില്ലേജ് അഗ്രോ ഫ്ലവർ പോയിന്റ്. നമുക്ക് ഇറങ്ങാം, ഫോൺ നമ്പർ പഠിക്കാം. വില്ലേജ് അഗ്രോ ഫ്ലവർ പോയിന്റ് എന്നാണ് കേട്ടോ നമ്മുടെ ഈ നഴ്സറിയുടെ പേര്. നമ്മുടെ കല്യാണിയുടെ പോലെ ഒരാളെ കണ്ടുവിട്ട റോഡിൽ വെച്ചിട്ട് ഒരു ബ്ലാക്കാന്നുള്ളോ. അത് ആശായിട്ട് തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടാ. ഇതാണ് നമ്മളെങ്ങോട്ട് കയറിയിട്ടുണ്ട്. കാരണം എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കയറി. കണ്ടോ തൈകളൊക്കെ ഇരിക്കണുണ്ടോ. എനിക്കിഷ്ടപ്പെട്ട ഒരാളുണ്ട് കേട്ടോ, വിങ്ക ഞാൻ മേടിച്ചിട്ട് പോകുന്നത്. എന്തായാലും പല തരത്തിലുള്ള വിങ്കകൾ കണ്ടു കേട്ടാ. നല്ല ഇഷ്ടമായി എനിക്കിതാ. നോക്കിയേ, ഈ വിങ്കകൾ ഞാൻ ഒരുവിധം എല്ലാ കളറുകളും മേടിക്കൂട്ടാ. ഇന്ന് വന്ന ദിവസം നല്ല ദിവസമായിട്ട് എനിക്ക് തോന്നി എല്ലാം കൊണ്ടും. ദേ നിരന്നിരിക്കുന്നുണ്ട്. പിന്നെ അതേ തൈകൾ കണ്ടോ. നന്നായി തൈകളൊക്കെ ഉണ്ട്. പക്ഷായിട്ട് എനിക്ക് വിങ്ക മേടിക്കണം. ഇനി നമ്മൾ പോണത് വെള്ളാനിക്കര കാർഷിക സർവകലാശാല കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ വിത്തുകൾ അവിടെ നിന്ന് മാത്രമാണ് നമ്മൾ വാങ്ങാറുള്ളത് കേട്ടോ. തോട്ടപ്പടി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് കാണാണ്ട് നമുക്ക് കണ്ട. ആ സ്റ്റോപ്പിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ കവാട കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ വിത്തുകൾ, അതേപോലെ തന്നെ തൈകൾ, പിന്നെ ഇന്നിപ്പോൾ മേടിച്ചിട്ട് നമ്മൾ കൂർക്കത്തല നടന്നത് ഇവിടെ നിന്നാണ് നമ്മൾ കൂർക്കത്തലയൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് കിട്ടാത്ത തൈകളാണ് ഞാനിപ്പോൾ കുറച്ച് നഴ്സറികൾ കാണിച്ചല്ലോ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങണത് കേട്ടോ. നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇപ്പോൾ കയറണില്ല കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ കാണാനൊക്കെ ഉണ്ട്, കുറേ സമയം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറണമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇപ്പം ഞാൻ വെള്ളാനിക്കര കാർഷിക സർവകലാശാല കാണിച്ചല്ലോ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഗാർഡൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഴ്സറി. ഇവിടെ ചെടികളാണ് കേട്ടോ കൂടുതൽ. ഞങ്ങൾ ഇവിടെയും വരാറുണ്ട്.
പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുന്നേ കാട്ടിയ നഴ്സറികളിലും ഫ്രൂട്ട്സ് തൈകളൊക്കെ ഉള്ള നഴ്സറികൾ തന്നെയാണ് കേട്ടോ കുറേയൊക്കെയും. അപ്പോൾ നമ്മളിതാ എന്താ പറയുക, മടങ്ങുമ്പോഴേക്കും ഇതേ മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഹൈവേയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാട്ടിയ നഴ്സറിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയും സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇപ്പോൾ ചെടികൾ, വിത്തുകൾ ഇങ്ങനെ മേടിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തി. ഞാൻ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ കാട്ടിയ നഴ്സറികളുടെ ഫോൺ നമ്പർക്കും കൊടുക്കാം. അതായത് നമ്മൾ പച്ചക്കറി തൈകൾ മേടിക്കുന്ന നഴ്സറികളിലാണ് ഇപ്പോൾ കാട്ടിയത് എന്തൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.